ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക് മെത്തേഡിലെ സെക്കൻഡ് വണ്ണായ കോറിലേഷൻ ഗ്രാഫാണ്. സോ കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇതെന്താണ്, ഒരു വിഷ്വൽ സ്റ്റഡിയാണ് ഈ കോറിലേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോകാം. കാരണം ഈ കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് 2 കർവ് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ പോവുക, സെയിം ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി അതേ കർവ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് 2 സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി ഒരു സിമിലാരിറ്റി ഇല്ലാതെ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്നും പറയും. സോ ഇത് നമുക്ക് മൂന്നാമത്തത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ ക്വസ്റ്റ്യനിൽ വരികയില്ല. ഫസ്റ്റിലത്തെ 2 നമ്മൾ ശ്രദ്ധിക്കുക, അതായത് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പഠിച്ചിരിക്കണം. സോ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇയർ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കോളം എന്താണോ തന്നിരിക്കുന്നത് അത് എക്സ് എന്നും രണ്ടാമതൊക്കെ തന്നിരിക്കുന്നത് വൈ എന്നുമാണ് എടുക്കേണ്ടത്. അപ്പം ഫസ്റ്റ് നമുക്കിവിടെ ഇയറാണ് തന്നിരിക്കുന്നത്. ആ ഇയറിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, എക്സ് ആക്സിസ് ആയിട്ട് എടുത്തു. ദെൻ ഇൻകം സേവിങ്ങും ഉണ്ട്, അത് നമ്മൾ രണ്ടും വൈ ആയിട്ട് എടുത്തു. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ ഗ്രാഫിലേക്ക് വരയ്ക്കുക. ഫസ്റ്റ് കോറിലേഷൻ ഗ്രാഫ് എന്ന ഹെഡ്ലൈൻ കൊടുക്കുക, എന്നിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുത്തിട്ട് ഡാറ്റാസ് അതുപോലെ എഴുതിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻകം 2, 4, 6, 8, 10, 12 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സേവിങ്സ് നോട്ട് ചെയ്യുക. ഈ രണ്ടും ഒരേ ഡയറക്ഷനിലേക്കല്ലേ വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് ഡോട്ട് നമ്മൾ മാർക്ക് ചെയ്തത് കൂട്ടി വരയ്ക്കുമ്പം അത് സെയിം മുകളിലേക്കല്ലേ പോയേക്കുന്നത്. അപ്പം അത് എന്താണ്, പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പം നമ്മൾ പറഞ്ഞു 2 കർവുണ്ട്, ആ 2 കർവും സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് പോസിറ്റീവ് കോറിലേഷൻ. പിന്നെ ഇവർ പറയുന്നുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്തായാലും അത് കമൻറ്റിൽ എഴുതുക എന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ അവിടെ എഴുതുക, അതായത് കമൻറ്റിൽ എഴുതി വയ്ക്കുക. അത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും അറിയാനായിട്ടില്ല. അപ്പം 2 വൈ ആക്സിസ് തരികയാണെങ്കിൽ എന്തുവാണെന്ന് വിചാരിക്കേണ്ടത്, ഇത് നമ്മൾ കോറിലേഷൻ ഗ്രാഫാണ്, സ്കാറ്റർ ഡയഗ്രാം അല്ല, കോറിലേഷനാണ് വരയ്ക്കേണ്ടത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ 4 ആണ്. അതായത് അവിടെ തന്നിട്ടുണ്ട് ഇയർ എന്തായിട്ട് എടുത്തു, എക്സ് ആക്സിസ് ആയിട്ട് എടുത്തു. ദെൻ നമുക്ക് ഡിമാൻഡ് ഇൻ യൂണിറ്റിൽ തന്നിട്ടുണ്ട്, പ്രൈസ് ഇൻ റുപ്പീസിൽ തന്നിട്ടുണ്ട്. അത് രണ്ടും എന്താക്കി എടുക്കണം, വൈ ആക്സിസ് ആയിട്ട് എടുക്കണം. ദെൻ കോറിലേഷൻ ഗ്രാഫ് എന്ന ഹെഡിങ് കൊടുക്കുക, എക്സ് ആക്സിസ് വരയ്ക്കുക, വൈ ആക്സിസ് വരയ്ക്കുക. ഇവിടെ ടെക്സ്റ്റിൽ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നതാണ്. അത് നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ വൈയുടെ അവിടെ എക്സും എക്സിൻ്റെ അവിടെ വൈയുമാണ്, മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ ഇയർ നമ്മൾ എക്സ് ആക്സിസിൽ എഴുതുക, മറ്റേ ഡിമാൻഡും പ്രൈസ് നമ്മൾ വൈ ആക്സിസിൽ എഴുതുക. ദെൻ നമ്മൾ ഡാറ്റാസ് അനുസരിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു നെഗറ്റീവ് കോറിലേഷനാണ്. അപ്പം നമ്മൾ അവിടെ കമൻറ്റിൽ എഴുതുക എന്താണ്, ഇത് മൂവിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് എ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞ് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പം ഇത് എളുപ്പമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽജിബ്രിക് മെത്തേഡാണ്. അത് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും. ഓക്കെ.